ഹലോ ആരാ? ശീതള എന്തേ? എന്ത്? അതെ വന്നു ശരി. എവിടെ? ഇപ്പഴല്ലേ അത് വന്നൂന്ന് പറഞ്ഞ്? വരുന്നതും പോണതും ഒക്കെ ഒന്നിച്ച. ഒരു കാര്യം ചെയ്യാം, മീറ്റിംഗ് നടന്നോട്ടെ. എനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടെ ആള് വരുമല്ലോ. ഇതെന്താണിത്? എന്താ ആശുപത്രി അല്ല. കൊറയാണ് സാർ. ആരെ കാണാനാ? പ്രസിഡന്റ് കാണാൻ. നാട്ടിലേക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകിട്ട് വരാം കേട്ടാ. ശരി ശരി. ഓക്കെ. എന്താ പൊത്തി കൊര മാറുന്നില്ല. പനീന്റെ കൂടെ വന്ന കൊരയാണേ. പനി മാറിയാലും കൊര ഇങ്ങനെ നിക്കുക. മരുന്ന് വെച്ചിട്ട് ഞാനൊരു അപേക്ഷയായിട്ട് വന്നാണ്. ഞാൻ നമ്മളെ 3-ാം വാർഡിലെ താമസിക്കുന്നതാ. പേര് മൊയ്തു. നമ്മളാ ദേശത്തൊന്നും പൈപ്പിൽ വെള്ളമില്ല. വലിയ അടങ്ങാറില്ല. വാട്ടർ കണക്ഷൻ കിട്ടിയില്ലേ? വാട്ടർ കണക്ഷൻ കിട്ടിയോണ്ടായോ? അതിന് വെള്ളം വരണ്ടേ? ഇതിപ്പോ ഈ വേനൽക്കാലം ആയതുകൊണ്ടാവും വെള്ളം കുറച്ച് കുറവ്. വേനൽക്കാലൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായില്ലേ പ്രസിഡന്റ്? പിന്നെ ഒന്നാമത് ഈ വെള്ളം തരണത് ഞങ്ങളല്ല, അത് വാട്ടർ അതോറിറ്റിക്കാര് തരണം. ഒരു തരട്ടെ? അത് തന്നോളൂ. എപ്പ തരിക? ആവശ്യത്തിന് കിട്ടേണ്ട വെള്ളല്ലേ? നിങ്ങളുടെ ഭാഗത്തേക്ക് പൈപ്പ് കണക്ഷൻ ഉള്ള സമയത്ത് അവിടെ റോഡ് ചെറുതായിട്ടൊന്ന് മുറിക്കണം എന്ന് പറഞ്ഞല്ലോ അന്ന് അത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആളെ കൂട്ടിയിട്ട് തടഞ്ഞത് നിങ്ങളല്ലേ? നമ്മൾ തന്നെയാണ് അല്ലേ? അതെന്തുകൊണ്ടാ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ നിങ്ങൾ റോഡ് കീറാൻ വന്ന് അതിനാ നമ്മൾ എതിരുന്നത്. നമുക്ക് റോഡും വേണം വെള്ളം വേണം സാറേ. പണ്ടൊക്കെ ഈ പഞ്ചായത്തിൽ ഈ ലോറിയിൽ ടാങ്കിൽ വെള്ളം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുത്തില്ല. അതുപോലെ എന്തെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചോളൂ. അതുപോലെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എന്താണ്? ഇലക്ഷൻ അല്ലേ? നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിട്ട് വെള്ളം തന്നാന്ന് മറ്റേ പാർട്ടിക്കാർ വന്ന് പറയും. മാത്രല്ല അത് പെരുമാറ്റച്ചട്ട ലംഘനാണ്, ചെയ്യാൻ പാടില്ല. അതാണ്, അല്ലെങ്കിൽ തരില്ലേ? എന്താ നമ്മള് ചെയ്യ? വെള്ളം ഇല്ലാണ്ട് പറ്റൂല്ലോ. അതെന്റെ സങ്കടം. അതാണിപ്പോ ഞാൻ അപേക്ഷയായിട്ട് വന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാന് കലക്ടറായിട്ടൊന്ന് ബന്ധപ്പെട്ടെ. ഇപ്പൊ കലക്ടർ വിചാരിക്കണം അല്ലേ? പ്രസിഡന്റ് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല എന്താ കയ്യിൽ വെച്ചോ. നിങ്ങളൊക്കെ ജയിപ്പിച്ച് ഇങ്ങോട്ട് എത്തിച്ച് ഞാനും കൂടിയൊക്കെ ചേർന്ന വോട്ടോണ്ടാണ് കേട്ടോ. അതെനിക്കറിയാലോ. അതെനിക്കറിയാലോ. അതുകൊണ്ടാണ് വന്ന് പറഞ്ഞു. നമ്മുടെ നാടിന്റെ കാര്യമാണല്ലോ, അപ്പൊ നിങ്ങൾ ഇടപെടണല്ലോ. ശരി ശരി. എന്നാ ഞാൻ പോട്ടെന്നാല്. ആയിക്കോട്ടെ. കളക്ടർ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിക്കാം. ഞാൻ വിളിച്ചിട്ട് പോവാം. അല്ലല്ലോ, നിങ്ങൾ പൊക്കോ. നിങ്ങൾ പൊക്കോ, ഞാൻ വിളിച്ചോളാം. എന്താ ഈ ചക്ക കാണിക്കണം? കുറെ നേരമായിട്ടല്ലോ അങ്ങോട്ട് പോയിട്ട്. തേങ്ങയൊക്കെ കൂട്ടി അവിടെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ അതൊക്കെ എടുത്തിട്ട് പോവോ? വിളിച്ച കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കൊറേ നേരമായില്ല അങ്ങോട്ട് പോയിട്ട്. 430. അടക്ക് ആ പൈപ്പും തുറക്ക്. എന്താ ഇതില് വെള്ളമില്ലല്ലോ? വെള്ളമില്ലല്ലോ. ഇല്ല. പിന്നെ നീ എന്തിനാണ് ഈ ബില്ല് എനിക്ക് തന്നത്? അത് നിങ്ങള് ഉപയോഗിച്ച ബില്ലല്ലേ? ഇവിടെ പൊട്ടാ വെള്ളമില്ലാതെ എങ്ങനെ ഉപയോഗിക്കാ? വെള്ളമില്ല. വെള്ളമില്ല. പിന്നെ നീ ഇങ്ങനെ 430 എന്നൊക്കെ എഴുതി തന്നാല്? അല്ല, അതിപ്പോ നമ്മള് ഈ മീറ്ററിൽ കാണിക്കൂലേ? മീറ്ററിൽ കാണിക്കുന്നത് ഞങ്ങൾ എത്ര ഉപയോഗിച്ചുള്ള കണക്ക് ഇവിടെ ഉണ്ട് കൃത്യമായിട്ട്. ഇവിടെ വെള്ളം ഇല്ലാതെ എങ്ങനെ ബില്ല് വരും? അത് നിങ്ങൾ ഉപയോഗിച്ചതിന്റെ ബില്ലല്ലേ ഇത്? ഇവിടെ വെള്ളം ഇല്ലാതെ എങ്ങനെ ഈ മീറ്റർ കറങ്ങണം? നിന്റെ അപ്പൂപ്പ വന്ന് കറക്കോ? അമ്മമ്മേ, നിന്റെ അമ്മൂമ്മ അച്ചാച്ചനെ പറഞ്ഞ് നിന്റെ തോന്നിയാസം ഇവിടെ നടക്കൂല. എന്ത് തോന്നിയാസം? ഞാൻ അതിൽ കാണിക്കുന്ന ബില്ല് അമ്മമ്മ ഞാൻ എഴുതുന്നത്. നിനക്ക് തോന്നിയൊരു
പൈസ അങ്ങനെ എഴുതുക, എന്നിട്ട് എല്ലാ വീട്ടിലും കൊടുക്ക. ഇങ്ങക്ക് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഓഫീസിൽ അവിടെ പോയി പറഞ്ഞു. നിന്റെ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കല എന്റെ പണി. ഞാനെന്താ നീ അല്ലയുടെ വീട്ടിൽ കയറി ഒന്ന് തോന്നിയാസം കാണിക്കണേ. തോന്നിയാസം കാണിക്കും? എന്ത് തോന്നിയാസം കാണിച്ചു ഇവിടെ? പിന്നെ അല്ലാതെ നിന്റെ കള്ളക്കണക്ക് എഴുതല്ലേ ഇവിടെ? നിങ്ങൾ വെറുതെ ഈ ആവശ്യമില്ല സംഗതി പറയട്ടോ. നീ കള്ളനാ കള്ളൻ. ഞാൻ നിങ്ങളെ കൊല കെട്ടുക്കും അല്ലെ മാങ്ങ കെട്ടുക്കും. ഇവിടുന്ന് എന്ത് വർത്താനാ നീ പറയുന്നത്? ഇവിടെ അത്ര നേരം നിന്നപ്പോ എനിക്ക് മനസ്സിലായി അവിടെ കിടക്കണ തേങ്ങ എണ്ണീതല്ലേടാ നീ. എന്റെ അമ്മമ്മ ഞാനവിടെ ആരാടാ നിന്റെ അമ്മമ്മ? പിന്നെ ആരാ? നിന്റെ ചെവിക്കൊല്ലടിച്ച് പൊളിക്കുന്നേ. ഞാൻ ഉള്ള ബില്ല് ഞാൻ എഴുതി അത് നിങ്ങൾ അടക്കാതിരിക്കുകയോ ചെയ്യും. എന്റെ മേപ്പാഞ്ഞിട്ട് നിന്റെ കള്ളക്കണക്ക് എഴുതലോ അല്ലടോ എന്റെ പണി. കള്ളക്കണക്ക് എഴുതിയിട്ടില്ല അമ്മമ്മേ. പിന്നെ മുഖത്തിന്റെ കള്ളലക്ഷണം എന്റെ മുഖത്താ? എന്റെ മുഖത്ത് കള്ളലക്ഷണം? നിങ്ങൾ വെറുതെ വർത്താനം പറയണം. നിങ്ങൾ ആ ബില്ല് അടച്ചോളി. അടുത്ത മാസം വെള്ളം കിട്ടും വരും. എന്താ വേണ്ടമ്മ അവിടെ? സുഗത അല്ല ഇന്നെന്താ പ്രശ്നം? കള്ളനാ കള്ളൻ. എന്തെന്ന് ഇവര് പറയുന്നത്? ഞാൻ എന്ത് കെട്ടുന്നാ പറയുന്നത് നിങ്ങള്? അതെ, ഇവിടെ വെള്ളം ഇല്ലല്ലോ. ഇല്ല ഇല്ലേ? ഇല്ല. മെമ്പറോട് ആൾക്കാരൊക്കെ പറയണില്ലേ ഇത്? പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെള്ളം ഇല്ല എന്നുള്ള വിവരം സുഗത മെമ്പർക്ക് അറിയാലോ. അറിയാ. പിന്നെ ഇവൻ എന്തിനാണ് ഈ 400 രൂപന്റെ ബില്ല് എനിക്ക് തന്നത്? എടോ അതെ, ഈ പൈപ്പിൽ ഇങ്ങനെ വെള്ളവും വരുന്നില്ല, വാട്ടർ ബില്ല് കൂടുതലും വരുന്നുണ്ട് എന്ന് മൊത്തത്തില് ജനങ്ങൾ മൊത്തം പരാതി പറയുന്നുണ്ട്. അതിന് ബലിയാടാവണ് ഞങ്ങൾ ഈ മെമ്പർമാരാണ്. അപ്പൊ ഇതെങ്ങനെയാ ഇപ്പൊ ഇതിങ്ങനെ ബില്ല് വന്ന്? അല്ല മെമ്പറേ, അത് ഈ നമ്മൾ ഈ മീറ്ററിൽ കാണിക്കുന്ന പൈസയാണ് അതിൽ എഴുതി കൊടുക്കുന്നത്. അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നില്ലല്ലോ. മീറ്റർ നിന്റെ ഒപ്പം വന്ന് കറക്കിയതാണ്. ഈ വെള്ളം ഇല്ലാതെ എങ്ങനെയാണ് മീറ്റർ കാണിക്കണേ? അല്ല എന്റെ മണ്ടുമ്മ, അത് അവൻ പറഞ്ഞതാണ് ശരി. അവനിപ്പോ ഈ മീറ്ററിൽ കാണുന്നത് പോലെയല്ലേ ഇപ്പൊ ഇതിന് ബില്ല് എഴുതാൻ പറ്റും. അവൻ അവന്റെ ജോലി ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. സുഗത, വെള്ളം നമ്മൾ ഉപയോഗിച്ചാലല്ലേ ഇതിങ്ങനെ മീറ്റർ കാണിക്കുള്ളൂ. അല്ല, അത് മണ്ടുമ്മ പറഞ്ഞല്ലേ ശരി. അതെങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടല്ലേ ഇത് മീറ്ററിൽ ഇങ്ങനെ കറങ്ങുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എങ്ങനെ എത്ര ബില്ല് വന്ന്? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ ഓഫീസിൽ ചെന്ന് പറയാം. അല്ലാണ്ട് എനക്കെന്ത്? അവന്റെ കള്ളത്തരം പിടിച്ചപ്പോ ഓഫീസിൽ പോയി പറയാം. അല്ല, അത് അവൻ പറഞ്ഞല്ലേ ശരി. അവന്റെ ജോലി ഈ ബില്ല് എഴുതി തരാന്നുള്ളതല്ലേ. നമ്മൾ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കണം. അത് അവൻ പറഞ്ഞാൽ ശരി. അല്ല സുഗത മെമ്പർ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാതെ. നിങ്ങള് ഒരു കാര്യം ചെയ്യും, അടച്ചാലും അടച്ചില്ലെങ്കിലും ഇല്ല, ഞാൻ പോന്ന വേറെ വീട്ടിൽ കാര്യമുണ്ട്. കള്ളക്കണക്കായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ അങ്ങോട്ട് കൊടുക്കുന്ന ഓർത്ത്. അല്ല മണ്ടമ്മ വിഷമിക്കണ്ട. ഈ വെള്ളത്തിന്റെ കാര്യം മൊത്തത്തിൽ എല്ലായിടത്തും ഒരു പരാതി ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു അടിയന്തര യോഗം കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കാം. യോഗം കൂടിയ വെള്ളം വരുമെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് പോയിക്കോ. അല്ല മണ്ടമ്മ, അത് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണല്ലോ. പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കൊണ്ട് പെട്ടെന്നൊരു വാഗ്ദാനം നടത്തിയിട്ട് നമുക്ക് നിറവേറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്കത് മീറ്റിംഗിൽ വെച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ഒരു തീരുമാനത്തിലെത്താം. അപ്പൊ ഈ ഇലക്ഷൻ കഴിയണ വരെ വെള്ളമില്ലാണ്ട് ഇവിടെ കിടക്കണം അല്ലേ? അല്ല അത് വേണ്ട. എന്തായാലും ഞങ്ങളൊന്ന് മീറ്റിംഗ് കൂടട്ടെ, അപ്പൊ ഒരു തീരുമാനം എടുക്കാം. എന്നാ ശരി. ഓരോ കള്ളത്തരങ്ങളായിട്ട് ഓരോ ജാതി ഇറങ്ങിക്ക. ഇനിയിപ്പോ ഇലക്ഷൻ കഴിയണ വരെ വെള്ളം പ്രതീക്ഷിക്കണ്ട. അതാണ്. പ്രിയമുള്ള കുഴുവിള കുടുംബ ഗ്രൂപ്പിലെ എല്ലാ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഓഫീസിലെ തിരക്കിനിടയിലും നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനം ഞാൻ പാടാൻ പോവുകയാണ്. പുതിയ ഗാനമായതുകൊണ്ട് തന്നെ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. സദയം ക്ഷമിച്ചുകൊണ്ട് എൻ്റെ ഈ ഗാനം കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ അതെല്ലാം കറക്റ്റ് ചെയ്ത് ആലപിക്കുന്നതാണ്. എരിയോനേ റഹ്മാനേ പിരിയോനേ റഹീമേ പിരിയോനേ റഹ്മാനേ പിരിയോനേ റഹീമേ അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. മണ്ണിൽ പറയാ നമ്പർ എത്രയാണ് അതിലിട്ട് നോട്ടീസിലെ നമ്പർ? 16-82-20 അല്ലേ? ഞാൻ നോക്കിയിട്ട് വിളിച്ചു പറയാം കേട്ടാ. നോക്കിയിട്ട് ഈ നമ്പറിൽ വിളിച്ചു പറയാം. ഓ ശരി. എന്റെ പ്യാരിജാത, ഒരു ഫോൺ നമ്പർ എഴുതിയെടുക്കും പോലല്ല പാട്ട് പാടണത് കേട്ടോ. അതിന് ഇച്ചിരി പണിയുണ്ട്. അത് സാഹസമാണത്.
ഇത് ഞാൻ ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് അത് ചെയ്താൽ പോരെ? ഇത് കുടുംബ ഗ്രൂപ്പിൽ ഇട്ടോണ്ടിരിക്കുകയല്ലേ ഞാൻ. സാറേ ഇത് മറ്റേ കുടിശ്ശിക അദാലത്തുള്ളവരെ നോട്ടീസുകാർ വിളിക്കണം, എത്ര രൂപ അടക്കണം. കുടിശ്ശിക ഇപ്പൊ ഈ പാട്ട് കുടിശ്ശികയായിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. കുടുംബ ഗ്രൂപ്പിൽ പരാതി കാരണമാണ് ഞാനിത് ഇപ്പൊ ഇതിനിടയിൽ നിന്ന് പാടുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ ഈ ഫോൺ ഒന്ന് നിശബ്ദമാക്കി വേ. സാറേ ഭയങ്കര ബോറാണ്, ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വിട്ടയച്ചാൽ മതി. ചിലപ്പോ സാറിന്റെ കുടുംബക്കാരായോണ്ട് പറയാത്തായിരിക്കുള്ളൂ, സഹിക്കാനൊക്കെ ഉള്ളത്. അത് വിട്ടില്ല ഞാൻ. അതിന്റെ ഇടയ്ക്ക് അല്ലേ ഫോണ് സംസാരിച്ചത്. പുതിയ പാട്ടല്ലേ, അപ്പൊ അത് പാടിയൊക്കെ പഠിക്കാം. അത് ഒരുമാതിരി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉള്ള പാട്ടാ. കുറച്ച് സമയമൊന്നും ഉണ്ടാതിരിക്കും, ഒരു പണി ചെയ്ത് തീർത്തോട്ടെ. ആരേത്? എന്താണത്? ഇത് ഞാൻ തെളിയിച്ചു. സാറ് തെളിഞ്ഞില്ല. തെളിഞ്ഞല്ല. തുടരുത്. ഇല്ല. പുറത്തിറങ്ങിപ്പോ നിങ്ങൾ ആരാണ്? എന്താ വേണ്ടത്? പുറത്താക്കും. എന്താണ് സാറേ? ഒരു മാസമായി കുളിക്കാത്ത പല്ലിയക്കാത്ത്. അത് മനസ്സിലായി. ഇവിടെ നിൽക്കുമ്പോ നമുക്ക് അറിയാതെ നീ പോയി കുളിക്കുക പല്ലിയൊക്കെ എന്താ വെച്ചാൽ ചെയ്യുന്നത്. ഇത്രയും ഈ ഒരു സെക്കൻഡ് കൊണ്ട് അനുഭവിച്ചോ എന്റെ മണം? അപ്പൊ എന്റെ നാട്ടുകാരും വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ. എന്റെ ഭാര്യ ഒരു മാസം മുമ്പ് അത്ര അച്ചാടക്കാരോട് ഒളിച്ചോടി പോയി. എന്താ എന്റെ പ്രശ്നം? എന്താണ് ഇതൊക്കെ? എന്തിനാ ഇവിടെ വന്ന് പറയണത്? സാറേ കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, ഒരു സംഭവമില്ല, കക്കൂസ് പോകാനില്ല, ഒന്നുമില്ല. ആ ഊരിയ കണക്ഷൻ റെഡിയാക്കി തരണം സാറേ. എന്താ പേര്? എന്താണ് എന്റെ പേര്? മാറി അങ്ങോട്ട് ഒതുങ്ങിക്ക് സാറ് അവിടെ ഇരിക്കട്ടെ. അത് മാറിച്ചിരി. സാറേ എന്റെ പേര് ഉണ്ണി. ഉണ്ണി? ആ സാറേ അവിടെ പോ പീഡിയപ്പറമ്പിലെ ഉണ്ണി അല്ലേ? ആരാണ് പേര്? സാറിന് ആളെ മനസ്സിലായില്ലേ? ഇത് സ്ഥിരം കുടിശ്ശികക്കാരനായി 7,800 രൂപ അടക്കാഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ കണക്ഷൻ? ആ ഉണ്ണി. ഇയാളല്ലേ മറ്റേ ആനനെ കുളിപ്പിക്കാൻ വേണ്ടി പബ്ലിക് ടാപ്പ് കട്ട് ചെയ്ത് വെള്ളം ദുരുപയോഗം ചെയ്തത്? അതിന്റെയൊക്കെ ഇത് ഭവിഷ്യത്ത് എനിക്കറിയാമോ? ഇത് പബ്ലിക് ടാപ്പ് ജനങ്ങൾക്ക് അത്യാവശ്യം കുടിക്കാൻ വെള്ളം എടുക്കാനാണ്. അതെടുത്ത് ആനയെ കുളിപ്പിച്ച അത് വേറെ കേസാണ്. തനിക്കെതിരെ വലിയ കേസ് എടുക്കേണ്ടതാണത്. സാറേ തെമ്മാടത്തിനെ കാണിക്കുന്ന സാറേ ആനനെ കുളിപ്പിക്കാൻ ആനേനെ ഭയങ്കര ഇഷ്ടമാണ് സാറേ. അപ്പൊ എന്റെ വീട്ടിൽ തൊട്ടപ്പുറം ഈ ആന എഴുന്നള്ളത്തിന് പോകാൻ വേണ്ടിട്ട് അമ്പലത്തില് ആന കെട്ടിയിട്ട് 3 ഉണ്ടായി. ഞാൻ പോകുമ്പോ തുമ്പിക്കൊണ്ട് മണ്ണ് വായിട്ട് മുകളിലേക്ക് ദേവിക്കോണ്ട് ആലോചിച്ചോക്കെ ചങ്ങല കെട്ടിയിട്ടുണ്ടായി. വെള്ളം എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ വെള്ളം എടുത്തു കൊടുത്തു. ആയിട്ടൊക്കെ വെള്ളത്തോട്ട് കളിച്ചു അങ്ങോട്ട്. ആനയുടെ പപ്പയാണ് ഞാൻ. ആന അത്രയ്ക്ക് ഇഷ്ടം. ആന എല്ലാ ആനയുടെ പപ്പയാണ്. പബ്ലിക് ടാപ്പിൽ നിന്ന് എടുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ കുടിക്കാൻ തന്നെ വെള്ളമില്ലാത്തതാണ്. സാറിന് അറിഞ്ഞൂടെ? നമ്മുടെ റീഡിങ്ങിന് പോയപ്പോ ഇയാൾ ആ പൈപ്പ് തുറന്നിട്ട് ആ പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയില്ലേ? ആ പൈപ്പ് ടാപ്പ് തുറന്നിട്ട്. ഇതിനെയൊക്കെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരാ കണക്ഷൻ കൊടുക്കണ്ടേ? ആ പൈസ അടക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പൈസ അടയ്ക്കാൻ നോക്ക്. എന്റെ ഇയാളെക്കൊണ്ടെങ്കിലും പോവാൻ നോക്ക്. മനുഷ്യനോട് ചെല്ല് സാറ്. ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകിനി. കക്കൂസിൽ പോകണം, കുളിക്കും. വീട് ബാത്റൂം ഉണ്ടാവോ? താൻ എങ്ങോട്ടെങ്കിലും പോണോ? ഇറങ്ങി പോണോ? ഇയാള് പോവാൻ നോക്കുന്നു. ഇവിടെ ഒന്ന് പോണോ? മാന്തി കൊടഞ്ഞൊക്കെ അവിടെ ഇടല്ലേ, ഒന്ന് പോടോ. കക്കൂസ് പോയിക്കോട്ടോ. എന്തറിയും പിടിച്ച് കളയണേ. അതിനൊന്ന് പുറത്താക്കി പ്യാനി. ഇത് ആരെങ്കിലും പിടിച്ചൊന്ന് ഇറങ്ങി പോണോ? ദേശീയ ദുരന്തമല്ല, ഇത് ലോക ദുരന്തമാണ്. ലോക ദുരന്തം. ഒരു പണി ചെയ്തേക്കാം. പൈസ ഒന്നും അടക്കാൻ നിൽക്കണ്ട, അവന് കണക്ട് ചെയ്ത് കൊടുത്തേക്കാം അടുത്ത വരവിന് മുമ്പ് അല്ലേ? അതെ, എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇത് 2 മാസമല്ല, അതിലും കൂടുതലായിട്ടുണ്ട് കുളിക്കാതായിട്ട്. എന്താ ഇവിടെ നാറ്റം? ഇതിന്റെ ഇടയിൽ വല്ല എലിയും ചത്തിരിക്കണ്ടോ? പെരിച്ചാഴിയാണ് ഇപ്പൊ എഴുന്നേറ്റ് പോയുള്ളൂ. അമ്മായി എന്താ വന്ന്? ബില്ലടയ്ക്കാനാണെങ്കിൽ ഇവിടെ അല്ല, അത് പുറത്ത് ക്യാഷ് കൗണ്ടറിൽ അടച്ചാൽ മതി. 430 രൂപ അല്ലേ ഉള്ളൂ. അത് ചെറിയ ബില്ലല്ലേ ഉള്ളൂ. അമ്മനെ പോലെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് എത്ര ബില്ലാ പറഞ്ഞെന്നറിയോ? അതെ അല്ലേ? ഇതുപോലെ മാതൃകയാക്കിയാൽ നല്ലതാണ്. കുറച്ച് ഉപയോഗിക്കണമെങ്കിലേ വെള്ളം വരണല്ലോ. അവിടെ വെള്ളമൊന്നും വരണില്ല. ഇവിടുന്ന് വന്നൊരു കുരുത്തം കേട്ടാ 430 രൂപ എഴുതി തന്നിരിക്ക. ഇല്ലാത്ത വെള്ളത്തിന് ഞാൻ എന്തിനാ പൈസ കൊടുക്കണത്? അല്ല, വെള്ളം വരാതെ റീഡിങ് കാണിക്കൂലല്ലോ. വരൂല. എടാ മോനെ, അവിടെ വെള്ളം വരണില്ല. 1.5 മാസമായിട്ട് വെള്ളം ഇല്ലാന്ന്. അമ്മായി ഏതാ പ്രദേശം? ഏത് പ്രദേശം? മനക്കക്കടവ്. സാറേ അവിടെ ഇത്തിരി വെള്ളത്തിന് പ്രോബ്ലം ഉണ്ട്. കാരണം പൊക്ക പ്രദേശമല്ലേ. നമ്മുടെ പമ്പെങ്കിൽ അവിടെ വരെ വെള്ളത്തിനുള്ള പ്രഷർ ഇല്ല. അപ്പൊ അയാൾ എന്നെ പറഞ്ഞില്ലേ പ്രഷർ ഇല്ലാന്ന്. പിന്നെ എന്തിനാണ് എനിക്ക് ഈ 430 രൂപ?
അമ്മായി അതെ, അതായത് ഇതിന്റെ പ്രശ്നം പറഞ്ഞുതരാം അമ്മായി. ഇതിപ്പോ ഈ ഓഫീസിന്റെ കുഴപ്പമല്ല സാറേ, അവിടെ പലരും നമ്മുടെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് മോട്ടോർ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആണല്ലേ? അതുകൊണ്ട് അവിടെ ഒന്നും എത്താത്തതേ. കണ്ട അമ്മായി, കേട്ടല്ല, നമ്മളെ ആളുകൾ തന്നെയാണ് നമ്മളെ ഈ നാട് നശിപ്പിക്കണത്. ഇങ്ങനെ ഓരോ അനധികൃതമായിട്ട് ചെയ്യുമ്പോ അത് എല്ലാരെയും ബാധിക്കണില്ലേ? അല്ല, ഈ കണ്ടവൻ മോട്ടോർ വെച്ച് അടിച്ച് വെള്ളം എടുത്തതിന് ഞാൻ എന്തിനാണെന്ന് പൈസ തരണത്? അതാണ് എന്റെ ചോദ്യം. എനിക്ക് എപ്പോ വെള്ളം കിട്ടും? വെള്ളം ആ പ്രദേശത്തൊക്കെ സുഖമായിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് കാനഡയുടെ സഹായത്തോടെ. ഇനി കാനഡയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇറക്കണം ഇവിടെ. അല്ല അമ്മായിക്ക് കാനഡയിലെ വെള്ളം വേണമെങ്കിൽ വേണ്ട, അത് ഞാൻ അവരുടെ കുറച്ച് സാവകാശം തരണം. അവകാശം എന്ന് പറയുമ്പോ എത്ര നാള്? ഇപ്പൊ ഇത് ഏത് മാസമാണ്? ഇതിപ്പോ മെയ്യ്. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോ ഏതാണ്ട് വെള്ളം പരിഹരിക്കും. എത്തൂലേ? അപ്പൊ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോ ഏതാണ്ട് എത്തും. ഇപ്പൊ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയേക്കണ ഒരു ഒരു നിർദ്ദേശം. കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പൈസ ഞാൻ അടയ്ക്കൂല. അടയ്ക്കാതിരുന്ന കൂടിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ കണക്ഷൻ അങ്ങോട്ട് കട്ട് ചെയ്തോ. വെള്ളം ഇല്ലാത്ത പൈപ്പിന്റെ കണക്ഷൻ അല്ലേ? എനിക്ക് വേണ്ട. എന്നാലും ഇതൊന്ന് അടച്ചിട്ട് ഒന്നുമില്ല, നാളേക്ക് എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ഇപ്പൊ വിവരം അറിയും നിങ്ങൾ. അല്ല, സാറൊന്നും പറഞ്ഞില്ല. എന്താ പറയണേ? ഞാൻ പറഞ്ഞത് പോരാണോ നിനക്ക്? അല്ല, മതി. വെറുതെ പുസ്തകം തുറന്ന് ഇവിടെ ഇരിക്കണേ. പാവപ്പെട്ട മനുഷ്യർക്ക് വെള്ളം തരാനല്ലേ ഇവിടെ ഇരുത്തിയേക്കണത്. അമ്മായി ഒരു കാര്യം ചെയ്യും, ഈ ബില്ല് അടയ്ക്കാൻ നോക്കും. ആരാണ് നിന്റെ അമ്മായി? അമ്മായി അമ്മായി ചേച്ചി ഏയാണ് അങ്ങനെയൊന്നും പറയല്ലേ, ഉദ്യോഗസ്ഥനല്ലേ. ആയാലും കൊള്ളാം, ഓയി ആയാലും കൊള്ളാം, ഞാൻ ഈ പൈസ അടയ്ക്കൂല എനിക്ക് വെള്ളം വരാതെ. ഇവിടെ വന്നിരിക്കുക, കാശ് മേടിക്കുക. ഇത് ഞാൻ അടക്കണ ടാക്സി എന്നല്ലേ ഇപ്പൊ മറക്കൊക്കെ ശമ്പളം കൊടുക്കണ്ട്. തള്ള കലിപ്പാണ്, പക്ഷെ മൂപ്പര് പാവണെന്ന് തോന്നണ്ട. ഈ തള്ളയുടെ ഈ വർത്താനം കേട്ടിട്ടേ ആ കാറിന് ഒരു നാക്ക് ഇറങ്ങിപ്പോയതാണ്, അല്ലാതെ വേറൊന്നും ആയിരിക്കൂല. ഓ, ഇങ്ങനെ ഉണ്ടാ തള്ള.